ലോകത്തിലെ ഏറ്റവും നല്ല പേഴ്സണൽ ട്രെയിനർ ആവാനായിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഏതാണ്? ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും മികച്ചത്, അത് പഠിച്ചാൽ അതിനപ്പുറത്തേക്ക് ഒരു സർട്ടിഫിക്കേഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഏതാണ്? വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. യൂട്യൂബിൽ എണ്ണിയാ തീരാത്തത്രയും വീഡിയോസ് നമുക്ക് ഇതിനെ പറ്റി കാണാം. ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓരോ വ്യക്തികളും പറയും എൻ്റെ സർട്ടിഫിക്കേഷനാണ് ഏറ്റവും ബെസ്റ്റ്. ഓൺലൈൻ ചില സർട്ടിഫിക്കേഷൻ ചോദിച്ചാൽ പറയും അത് ഏറ്റവും ബെസ്റ്റാണ്, US ബേസ്ഡ് ആണ്. വേറെ UAE അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ പറയും ഞങ്ങളുടെ ഇതില്ലാണ്ട് UAE നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഇത്രയും ചാപ്റ്റേഴ്സ് ഞങ്ങൾക്ക് ഉണ്ട്, ഏറ്റവും ബെസ്റ്റ് അതാണ് പറയും. വേറെ UK പോയാൽ അവർ പറയും ഞങ്ങളാണ് ഏറ്റവും നല്ലത്, UK ഗവൺമെൻറ് ഞങ്ങളെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോകത്തെ എല്ലായിടത്തും അംഗീകരിക്കുന്ന ഒറ്റ സർട്ടിഫിക്കേഷൻ ഇല്ല. ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും അതിൻ്റേതായിട്ടുള്ള റിക്വയർമെൻറ്റ്സും ആണ്. ഇന്ത്യയിലൊരു NSQ നാഷണൽ സ്കിൽ ക്വാളിറ്റി ഫ്രെയിംവർക്കിൻ്റെ കീഴിൽ ലെവൽ 4 സർട്ടിഫിക്കേഷനാണ് പേഴ്സണൽ ട്രെയിനേഴ്സിന് പറയുന്നതെങ്കിൽ UK പോകുമ്പോൾ അത് മിനിമം ക്രൈറ്റീരിയ ആയിട്ട് ലെവൽ 3 ആണ് പറയുന്നത്. OFQAL എന്ന് പറയുന്ന UK കീഴിലുള്ള UK ഗവൺമെൻറ്റിൻ്റെ ബോഡി ആയിട്ടുള്ള OFQAL, അതിൻ്റെ കീഴിൽ ഏതെങ്കിലും ഒരു അവാർഡിംഗ് ഓർഗനൈസേഷൻ കൊടുക്കുന്ന മിനിമം ലെവൽ 3 ഉള്ള സർട്ടിഫിക്കേഷനാണ് പറയുന്നത്. നിങ്ങൾ UAE കടക്കുമ്പോൾ ഈ ലെവൽസും NSQ ഒന്നും ബാധകമല്ല. അവിടെ പറയുന്നത് റെപ്സിൻ്റെ UAE രജിസ്ട്രിയിൽ പേരുണ്ടാവണം എന്നാണ്. US കടക്കുമ്പോൾ അവിടെ പറയുന്നത് ഓഫ്ലൈൻ പ്രോഗ്രാംസ് നിങ്ങൾ ANSI അല്ലെങ്കിൽ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അംഗീകരിച്ച പ്രോഗ്രാം ആയിരിക്കണം എന്നാണ്. സോ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ സാധിക്കുന്നത്? അതിൻ്റെ ഒറ്റ സൊല്യൂഷനാണ് പറയുന്നത് എല്ലാ അക്രഡിറ്റേഷൻ ബോഡികളുടെയും, നിങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ പോകുന്നുണ്ടോ ആ രാജ്യങ്ങളിൽ റെലവൻ്റ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡിയോ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് ഇൻസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ അതാത് രാജ്യങ്ങളിൽ വാലിഡ് ആയിരിക്കും. അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ഇപ്പോൾ IBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിറ്റ്നസ് സ്റ്റഡീസിൽ വരുന്ന സർട്ടിഫിക്കേഷൻ ISET USA എന്ന് പറഞ്ഞത് അത് അവിടുത്തെ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അംഗീകരിച്ച ക്രെഡിറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. SIMSPA ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UK ഗവൺമെൻറ് പറഞ്ഞ ഈ OFQALൻ്റെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. OFQAL അംഗീകരിച്ചിട്ടുള്ള അവാർഡിംഗ് ഓർഗനൈസേഷനുകളെ അപ്രൂവ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ SIMSPA എന്ന് പറയുന്നത്. എന്നാൽ SIMSPA മാത്രമാണോ ലെവൽ 3 കൊടുക്കുന്ന ട്രെയിനിങ് പ്രൊവൈഡേഴ്സിന് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, വേറെയും ഓർഗനൈസേഷൻസ് ഉണ്ട് സിമിലർ ആയിട്ടുള്ളത്. എന്നാൽ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്കറിയാം ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ പോലെ ഒരു പ്രൊഫഷനിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അവർക്ക് അംഗീകരിക്കുന്ന അവരുടെ കഴിവിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുകൊണ്ട് ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള ബോഡിയാണ് SIMSPA. ഓരോ നാട്ടിലും, നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്കിൽ ഇന്ത്യയുടെ കീഴിലുള്ള ഏകദേശം 15,000-20,000 ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരുടെ കീഴിൽ നിന്നും ഇപ്പോൾ റീസെൻ്റ്ലി ന്യൂസ് കണ്ടിരുന്നതാണ്, അതിൽ 16 ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയാണ് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ട്രെയിനിങ് പ്രൊവൈഡേഴ്സായിട്ട് തിരഞ്ഞെടുത്തത്. അതിലൊന്നാണ് കേരളത്തിലെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആകെ IBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിറ്റ്നസ് സ്റ്റഡീസ് മാത്രമാണ് അതിൽ കണ്ടിരുന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലെയും അപ്പോൾ IBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിറ്റ്നസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന് ഒറ്റയ്ക്ക് നിലനിൽപ്പുണ്ടോ? ഇല്ല. അതിനെങ്ങനെയാണ് നിലനിൽപ്പ് വരുന്നത്? ഈ പറഞ്ഞ രാജ്യങ്ങളിലെ അക്രഡിറ്റേഷൻ ബോഡീസും അവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങളും അംഗീകരിച്ച ഒരു ബോഡി അല്ലെങ്കിൽ പല ബോഡീസുമായിട്ടുള്ള അവരുടെ അക്രഡിറ്റേഷനാണ് ആ സ്ഥാപനത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും വൊക്കേഷണൽ സിസ്റ്റത്തിൽ ഏതൊരു ട്രെയിനിങ് പ്രൊവൈഡർക്കും അവരുടെ വാല്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് തീരുമാനിക്കുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലുള്ള ഏതെല്ലാം കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡികളാണ് അവരെ അക്രഡിറ്റ് ചെയ്തതെന്നനുസരിച്ചിരിക്കും. അതിൽ ഒരു ക്രൈറ്റീരിയ, ഇപ്പോൾ ISO സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. ISO സ്റ്റാൻഡേർഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനമായതുകൊണ്ട് മാത്രം ഒരിക്കലും ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല. അതാത് രാജ്യങ്ങളിൽ വരുന്ന സർട്ടിഫിക്കേഷൻ അക്രഡിറ്റേഷൻ ബോഡീസിന് അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ട് വേണം ആ രാജ്യത്തേക്ക് യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു നല്ല എല്ലാ രാജ്യത്തും അംഗീകരിക്കുന്ന ഒറ്റ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇല്ല. എന്നാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഏതൊരു സ്റ്റുഡൻറ്റിനും ചൂസ് ചെയ്യാം. പല രാജ്യങ്ങൾ നമ്മൾ യാത്ര ചെയ്യാൻ സാധ്യതയുള്ള പല രാജ്യങ്ങളുണ്ടായിരിക്കും. അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവിടുത്തെ ഗവൺമെൻറ് അംഗീകരിച്ച അല്ലെങ്കിൽ അവിടുത്തെ അക്രഡിറ്റേഷൻ ബോഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രെയിനിങ് പ്രൊവൈഡർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും മികച്ച സർട്ടിഫിക്കേഷൻ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം
ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ, നമ്മുടെ നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 10, 20, 30, ഒരുപക്ഷെ 100 അതിലധികമോ കോളേജുകൾ ഉണ്ടായിരിക്കും. ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ്റെ സിസ്റ്റമാണത്. ഒരു യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻസ് കൊടുക്കും, എങ്ങനെ പ്രവർത്തിക്കണം, എത്ര ക്വാളിഫിക്കേഷനുള്ള വ്യക്തികൾ അവിടെ പഠിപ്പിക്കണം, രാവിലെ എപ്പോൾ തൊട്ട് എപ്പോൾ വരെ ക്ലാസ് എടുക്കണം, ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു മാനദണ്ഡം, ഒരു യാർഡ് സ്റ്റിക്ക് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അത് പ്രകാരമാണ് ഒരു കോളേജ് ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ ഒരു അക്രഡിറ്റേഷൻ ബോഡി പറയുന്നത് എന്താണോ അതിൽ നിന്ന് ഒരു തരി പോലും വ്യതിചലിക്കാതെ, ഒരു തരി പോലും ഡീവിയേറ്റ് ചെയ്യാതെ വേണം ഒരു ട്രെയിനിങ് പ്രൊവൈഡർ ഓപ്പറേറ്റ് ചെയ്യാൻ. അതിൽ നിന്നും ഓപ്പറേഷനിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് വരുമ്പോൾ, നിങ്ങൾ പലപ്പോഴും കുട്ടികൾ കേട്ടിട്ടുണ്ടാവും, ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ കോളേജസ് ഉണ്ട് എന്ന് പറയും. UGCയോ അല്ലെങ്കിൽ AICTEയോ ഒക്കെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും ചിലപ്പോൾ ചില കോളേജുകളെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളെയൊക്കെ തന്നെ. കാരണം എങ്ങനെയാണോ ഒരു കോളേജ് ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കേണ്ടത്, ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണോ ഒരു കോളേജിനെ അക്രഡിറ്റ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് ക്വാളിറ്റി ഇല്ലാതെ ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത്തരം കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ തീരെ ഉണ്ടാവില്ല. പുറം രാജ്യങ്ങളിൽ പോകുമ്പോഴായിരിക്കും കുട്ടികൾ പലപ്പോഴും തിരിച്ചറിയുന്നത്. ഇത് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളിലും അപ്ലിക്കബിൾ ആണ്. ഒരേ അക്രഡിറ്റേഷൻ ബോഡിയുടെ കീഴിലുള്ള 2 or 3 ട്രെയിനിങ് പ്രൊവൈഡറുകൾ ഉണ്ടെങ്കിലും പലപ്പോഴും ട്രെയിനിങ് പ്രൊവൈഡർമാരുടെ ക്വാളിറ്റിയെ ചെക്ക് ചെയ്തിട്ട് വേണം കുട്ടികൾ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളിലേക്ക് ചേരാൻ. അതെങ്ങനെ ചെക്ക് ചെയ്യും? എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? എത്ര ബ്രാഞ്ചസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷണൽ സ്കെയിൽ, സ്കോപ്പ് ഉള്ള ഒരു ബിസിനസ്സിന് പലപ്പോഴും എങ്ങനെ വേണമെങ്കിലും അതിനെ ഡീവിയേഷൻസ് വരുത്തിക്കൊണ്ട് ക്വാളിറ്റി ഫോക്കസ്ഡ് അല്ലാതെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടായി വളരെയധികം വിപുലമായ രീതിയിൽ നടത്തുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീവിയേഷൻസ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല സിസ്റ്റത്തിൽ. അതുകൊണ്ടാണ് ആ സിസ്റ്റം അത്രയും വലുതാവുന്നത്. രണ്ടാമത്, എത്ര അക്രഡിറ്റേഷൻസ് ഒരു അക്രഡിറ്റേഷൻ ബോർഡിന് കീഴിൽ മാത്രം പ്രവർത്തിക്കുകയാണോ, ഒരു പെർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ മാത്രമാണോ നമുക്ക് പഠിച്ചിറങ്ങുമ്പോൾ കിട്ടുന്നത്? കാരണം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരവും ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഒരുപാട് കൈൻഡ് ഓഫ് അക്രഡിറ്റേഷൻ ബോഡികളുണ്ട് വിദേശത്ത്. UK ഒന്നുണ്ട്, US ഒന്നുണ്ട്, UAE ഒന്നുണ്ട്, അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ഓരോന്നുണ്ട്. അവിടെ തന്നെ പല ക്വാളിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡീസും ഉണ്ടായിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ അക്രഡിറ്റേഷൻ ബോഡീസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രെയിനിങ് പ്രൊവൈഡറെ വേണം ഒരു കുട്ടി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളിൽ ചൂസ് ചെയ്യാനായിട്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഇപ്പോൾ IBIS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിറ്റ്നസ് സ്റ്റഡീസിൽ നോക്കുകയാണെങ്കിൽ റബ്സിൻ്റെ റെക്കഗ്നൈസ് പ്രൊവൈഡറാണ്. അത് എന്തുകൊണ്ട് വന്നു? PD അപ്രൂവൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ അക്രഡിറ്റേഷൻ കൊണ്ടാണ് അത് കിട്ടിയത്. എന്നാൽ അത് മാത്രമാണോ അവിടെയുള്ള ബെനിഫിറ്റ്? അല്ല. IACET എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ നമ്മൾ സംസാരിച്ചു, അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് കുട്ടികൾക്ക്. അത് US അക്രഡിറ്റേഷൻ ബോഡിയുടെ കീഴിലുള്ള ഓർഗനൈസേഷനാണ്. എന്നാൽ UK പോകുമ്പോൾ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ട്രെയിനിങ് പ്രൊവൈഡർ പാർട്ട്ണറുള്ള പദവിയുണ്ട്. ഇതിന് പുറമെ ISO സ്റ്റാൻഡേർഡ്സ്, 3 ISO സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻ്റെ എവിടെ നിന്ന് മിസ്സായാലും പല അക്രഡിറ്റേഷൻ ബോഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രെയിനിങ് പ്രൊവൈഡർ ആകുമ്പോൾ അവിടെ ക്വാളിറ്റി എൻഷുർ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പല അക്രഡിറ്റേഷൻ ബോഡിയുടെ കീഴിലും പല ഓർഗനൈസേഷൻസും പല ട്രെയിനിങ് പ്രൊവൈഡേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്, പരീക്ഷകളില്ല. പരീക്ഷകളില്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ കിട്ടുക? അല്ലെങ്കിൽ ഞങ്ങൾ 5 ദിവസം കൊണ്ട് പരീക്ഷ ക്ലാസ്സുകളും തീർക്കും. 5 ദിവസം ഒരു വ്യക്തി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് പഠിച്ചാൽ പോലും ഗെയിൻ ചെയ്യാവുന്ന നോളജിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം അല്ലെങ്കിൽ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ല, പരീക്ഷകളേ ഇല്ല, ഒരു ക്രൈറ്റീരിയയും ഇല്ല, ഇങ്ങനെ പറയുന്ന ഓർഗനൈസേഷനിൽ നിന്ന് മാറി നിൽക്കുക. എത്രമാത്രം ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നന്നാവുന്നു അത്രമാത്രം കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുകയും അവർക്ക് നോളജ് ഗെയിൻ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുകയും ചെയ്യും. അത് തന്നെയാണ് ഒരു ട്രെയിനിങ് പ്രൊവൈഡറെ ഏതൊരു സ്റ്റുഡൻറ്റും പേഴ്സണൽ ട്രെയിനിങ് രംഗത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ
ഇവാലുവേറ്റ് ചെയ്ത് പിക്ക് ചെയ്യേണ്ട ക്രൈറ്റീരിയ. IBIS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിറ്റ്നസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഒരു ക്രക്സ് നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഓൺലൈൻ സർട്ടിഫിക്കേഷനുകൾ വളരെയധികം സെല്ല് ചെയ്തിരുന്ന ഒരു നേരത്താണ് IBIS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിറ്റ്നസ് സ്റ്റഡീസ് ലോഞ്ച് ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ ഏകദേശം ഓൾ ഓവർ ഇന്ത്യ ഏകദേശം 8 ക്യാമ്പസുകളിലായിട്ടാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണ് ആ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുമ്പോൾ ഒരു ഫിറ്റ്നസ് പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് കരിയറിൽ വരുന്ന ചേഞ്ച് എന്താണ്? അത് ഓരോ അക്രഡിറ്റേഷൻ ബോഡീസിലും ഏറ്റവും അധികം നമ്മൾ ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഒന്ന് UAE, പിന്നെ ഒന്ന് UK, പിന്നെ ഒന്ന് US. കാനഡ ഓഫ് കോഴ്സ് മൈഗ്രേഷൻ ധാരാളം യാത്ര സംഭവിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. US സിസ്റ്റത്തിനെ വളരെയധികം അംഗീകരിക്കുകയും അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നതായതുകൊണ്ടാണ് കാനഡ സ്പെസിഫിക്കലി എടുത്ത് പറയാത്തത്. സോ ഈ 3 രാജ്യങ്ങളിൽ ഉള്ള അക്രഡിറ്റേഷൻ ബോഡീസിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IBIS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിറ്റ്നസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ. IACET ഇന്റർനാഷണൽ അക്രഡിറ്റേഴ്സ് ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന US ഗവൺമെൻറ്റിൻ്റെ അക്രഡിറ്റേഷൻ ബോഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഓൾ ഓവർ ഇന്ത്യയിലുള്ള ഒരേ ഒരു അക്രഡിറ്റഡ് പ്രൊവൈഡറാണ് IBIS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിറ്റ്നസ് സ്റ്റഡീസ്. RUPS UAE നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പേര് എഴുതി ചേർത്തിട്ടുള്ള രജിസ്ട്രി ആവണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നതാണ് RUPS റെക്കഗ്നീഷൻ. അതിൻ്റെ ഇന്ത്യൻ ചാപ്റ്ററിലെ റെക്കഗ്നൈസ്ഡ് പ്രൊവൈഡറാണ്. അതുകൊണ്ട് തന്നെ PD അപ്രൂവൽ എന്ന് പറഞ്ഞാൽ PD അപ്രൂവലിൻ്റെ അക്രഡിറ്റേഷനാണ് നിർബന്ധമായിട്ട് RUPS റെക്കഗ്നീഷൻ ലഭിക്കാനായിട്ട് വേണ്ടത്. അതിൻ്റെ അക്രഡിറ്റേഷനും കൂടെ ലഭിച്ചിട്ടുണ്ട് IBIS ഗ്രൂപ്പിന്. സിമിലർലി ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, UKയിലുള്ള ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഓഫ് സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന സ്ഥാപനത്തിൻ്റെ ഹോൾ ഇന്ത്യയിലെ തന്നെ ട്രെയിനിങ് പ്രൊവൈഡർ പാർട്ട്ണറായിട്ട് ഒരു പദവി കൂടെ ലഭിച്ച ഓർഗനൈസേഷനാണ് IBIS. ഇനി ഒരു മൾട്ടിപ്പിൾ ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻസ് എല്ലാം ലഭിച്ചു എന്നതിലപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ എപ്പോഴും ഗവൺമെൻറ് അംഗീകാരം, എല്ലാവരും പുറത്തേക്ക് പോകുന്ന ആളുകളല്ല. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഫിറ്റ്നസ് പ്രൊഫഷണൽസും പുറത്തു പോയി കഴിഞ്ഞാൽ നാട്ടിലാരാ ഉള്ളത്? അപ്പോൾ നാട്ടിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ് അംഗീകരിച്ച എന്ത് അക്രഡിറ്റേഷനാണുള്ളത്? അതിന് ഉത്തരമാണ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ട്രെയിനിങ് പ്രൊവൈഡർ എന്ന പ്രത്യേക ബഹുമതി സ്കിൽ ഇന്ത്യ മിഷൻ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കിൽ ഇന്ത്യ മിഷൻ ഏകദേശം 15,000-20,000 വരുന്ന ഓൾ ഓവർ ഇന്ത്യ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് 16 ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ട്രെയിനിങ് പ്രൊവൈഡർമാരായിട്ട് സെലക്ട് ചെയ്തു. അതിൽ L&T ട്രെയിനിങ് അക്കാഡമി, അതുപോലെ തന്നെ ടാറ്റയുടെ, പിന്നെ പല സെൻട്രൽ ഗവൺമെൻറ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ പട്ടികയിൽ പേരെഴുതി ചേർക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു ഓർഗനൈസേഷനാണ് IBIS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിറ്റ്നസ് സ്റ്റഡീസ്. ഇതിന് പുറമെ 3 ISO സ്റ്റാൻഡേർഡ്സ്, ISO 9001, ISO 29993, ISO 21001, ഇങ്ങനെ 3 ISO സ്റ്റാൻഡേർഡ്സ് കരസ്ഥമാക്കിയ ഏക എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പദവിയും IBISന് സ്വന്തമാണ്. സോ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും തന്നെ അത്തരത്തിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് IBISന് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ക്രക്സ് എന്ന് പറയുന്നത്. ഏറ്റവും അധികം നമ്പർ ഓഫ് അക്രഡിറ്റേഷൻസ്, ഏറ്റവും അധികം കുട്ടികൾക്ക് ഏറ്റവും അധികം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ ഇവിടെ ഇരുന്നുകൊണ്ട്, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇരുന്ന് പഠിച്ചുകൊണ്ട് വിദേശത്ത് പോകുമ്പോൾ ലഭിക്കുന്ന ഒരു അംഗീകാരം, വാല്യൂ, അത് കൊടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് IBISന്റെ വിജയം എന്ന് പറയുന്നത്.